മമ്മൂട്ടിയൊക്കെ പക്ക സുഡാപ്പിയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ ദുൽഖറൊക്കെ എൻ്റെ പിന്നെ വേൾഡ് സുഡാപ്പിയ. ഹലോ, ഞാൻ വേറൊരു സുഡാപ്പി ഫ്രം ഇന്ത്യ. അല്ല, ഇന്ത്യ വേണ്ടല്ലേ, കേരള. അതെ, ഞാനാണ് സുഡാപ്പി ഫ്രം കേരള. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അതായത് ഇന്നലെ ഷൈൻ നിഗമിൻ്റെ ഒരു പോസ്റ്റ്, അതായത് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നും പറഞ്ഞ് പുള്ളി ഇതുപോലത്തെ ഒരു തലൊരു കെട്ടൊക്കെ കെട്ടിയിട്ടുള്ള ഒരു പോസ്റ്റ്. എന്താണെങ്കിലും സംഘികളെ കൊണ്ട് ഇങ്ങനത്തെ കുറേ നല്ല ഉപകാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞ ഷൈൻ നിഗം കഴിഞ്ഞ ദിവസം അറിയാണ്ടൊന്ന് ഊംഫി എന്ന് പറഞ്ഞതിന്, ഈ ഊംഫി എന്ന് പറയാനുള്ള സാഹചര്യം ആ ഒരു എന്താ പറയുക ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുക. അത് കണ്ട സമയം മുതൽ ഈ പറഞ്ഞ ഷൈൻ നിഗമിനെ സുഡാപ്പിയാക്കി നമ്മുടെ സംഘി കൂട്ടങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഷൈൻ നിഗം മാത്രമല്ല, മമ്മൂട്ടിനെയും ദുൽഖറിനെയും അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഈ ദുൽഖർ, മമ്മൂട്ടി, ഷൈൻ നിഗം ഇങ്ങനത്തെ ആൾക്കാർ, അതായത് മുസ്ലിം നാമധാരികളെ മാത്രമായിരിക്കും നമ്മുടെ സംഘികൾ സുഡാപ്പികളാക്കുന്നത്. ഇതേ കൂട്ടത്തിൽ തന്നെ ഈ റഫനെ സപ്പോർട്ട് ചെയ്ത്, അതായത് പലസ്തീനിൽ റഫ റീജിയനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓൾ ഐസ് ഓൺ ടു റഫ എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഈ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും, അതായത് പേരുകേട്ട പലരും ഇട്ടിട്ടുണ്ട്. സമന്ത, അതുപോലെ വരുൺ ധവാൻ, കീർത്തി സുരേഷ്, എറ്റ്ലി, ഒരുപാട് പേര്, പ്രിയങ്ക ചോപ്ര, ഇവരെല്ലാവരും ഇട്ടിട്ടുണ്ട്. അവരൊക്കെ ഹിന്ദുക്കളായതുകൊണ്ട് അവരാരും സുഡാപ്പികളായിട്ടില്ല. എന്തോ ഭാഗ്യം കൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള നമ്മുടെ ദുൽഖർ മാത്രമാണ് സുഡാപ്പിയായിട്ട് മാറ്റിയിട്ടുള്ളത്. ഈ പറഞ്ഞ സുഡാപ്പി ആക്കിയത് നമ്മുടെ നാട്ടിലെ പ്രധാനമായിട്ട് ക്രിമി ന്യൂസ് കണക്കുള്ള കുറച്ച് എന്താ പറയുക സംഘി ചാണക ന്യൂസുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രചാരണത്തിലെത്തിയിട്ടുള്ളത്. ഇനി അതൊക്കെ പോട്ടെ, എന്താണെങ്കിലും ഷൈൻ നിഗം നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട് ഈ പോസ്റ്റ്. അതായത് ഇതാണ് പുള്ളിയുടെ സ്റ്റോറി. കഴിഞ്ഞ ദിവസം ഒരു ഊംഫി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കംപ്ലീറ്റ് ഈ ഒരു മനുഷ്യനെ സുഡാപ്പി ആക്കി മാറ്റിയിട്ടുണ്ട്. ഷൈൻ നിഗം ഡ്രഗ്സ് അടിക്കും, അതടിക്കും, ഇതടിക്കും, ബാക്കി കാര്യങ്ങൾ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഡ്രഗ്സും കള്ളും കഞ്ചാവും അടിക്കാത്ത ഒരു സംഖ്യകളും നമ്മുടെ നാട്ടിലില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി നിർത്താം. അതല്ലാണ്ട് ഒരു രീതിയിൽ ഈ പറഞ്ഞ മോഹൻലാലിനെ അല്ലെങ്കിൽ സുരേഷ് ഗോപിനെ, ഉണ്ണി മുകുന്ദനെയൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരോടൊക്കെ നമ്മളിങ്ങനെ കേഴുങ്ങ് നിൽക്കണം. നിന്നിട്ടില്ലെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ, നിൽക്കാത്തവന്മാരൊക്കെ സുഡാപ്പികളാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരൊക്കെ തൊഴുതു നിന്നോളുക. അതുപോലെ തന്നെ മമ്മൂട്ടി, ദുൽഖർ, ആസിഫ് അലി, ഷൈൻ നിഗം, മുസ്ലിം പേരുകൾ വരുന്ന ഏത് നടന്മാരുടെയും പടങ്ങൾ നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞോളുക. ടർബോ പോലത്തെ മൂവീസ് നിങ്ങളങ്ങ് പറഞ്ഞേക്ക്, വളരെ മോശം മൂവി, ഒന്നിനും പറ്റാത്ത മൂവി. എല്ലാവരും മട്ടാഞ്ചേരി മറ്റേ മാഫിയ യൂണിവേഴ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ട് എന്താ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് സുഡാപ്പി ആവില്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് മനുഷ്യന്മാരെങ്കിലും ആയിക്കോളും, മിണ്ടാതെ നിന്നോളുക. അതുപോലെ ഈ പറഞ്ഞ ബാക്കി ഹിന്ദു, അതായത് ഹിന്ദു എന്ന് ഞാൻ പറയുന്നില്ല, ഈ പറഞ്ഞ സംഘി സുഡാപ്പി അല്ലാത്ത പക്ക സംഘിയായിട്ടുള്ള ചാനലുകളിൽ അല്ലെങ്കിൽ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്ന നടന്മാർ നമുക്കറിയാം, കുറച്ച് പേരുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. നമ്മുടെ കേരളം ഇപ്പം അങ്ങനെയാണ്. നമ്മുടെ കേരളം കഴിഞ്ഞൊരു 4-5 വർഷം കൊണ്ട് അങ്ങനെയായി മാറിയിട്ടുണ്ട്. പണ്ടായിരുന്നു ഫിലിമും നടനും നടിയും, അതായത് മമ്മൂട്ടി, മോഹൻലാലും, സുരേഷ് ഗോപിയും, ഇവരൊക്കെ പണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ മുസ്ലിം മതത്തിൽ പെടുന്ന നടന്മാരൊരു സൈഡ്, ഹിന്ദു മതത്തിൽ വരുന്ന നടന്മാരൊരു സൈഡ്, അതിൽ തന്നെ തീവ്ര ഹിന്ദുക്കളായിട്ട് വരുന്ന ആൾക്കാർ, തീവ്ര സംഘികളായിട്ട് വരുന്ന ആൾക്കാർ, ഹിന്ദുക്കളെ ഞാൻ പറയുന്നില്ല, അവരും നോർമൽ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുകയെങ്കിൽ, അതായത് തീവ്ര സംഖ്യകളായിട്ട് കുറച്ച് നടന്മാരുണ്ട്, അവരെ ഇങ്ങനെ എടുത്തു നിർത്തും. നമ്മൾ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടിയൊക്കെ പക്ക സുഡാപ്പിയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ ദുൽഖറൊക്കെ എൻ്റെ പിന്നെ വേൾഡ് സുഡാപ്പിയാണ്. ദുൽഖറിനൊക്കെ ഇന്നലെ ഇട്ട പോസ്റ്റിനെതിരെ എൻ്റെ പൊന്നെ ക്രിമി ന്യൂസിൽ ഒരു പൊട്ടൻ ചാണകം വന്നിരുന്ന 4 ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ആ ഡയലോഗ് ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. അങ്ങ് പലസ്തീനിലെ ജനങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പലസ്തീനി പോലും കണ്ടു കാണത്തില്ല, ഇനി കാണാനും പോണില്ല. പക്ഷേ അവന് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മതം മാത്രമാണ് മിസ്റ്റർ ദുൽഖർ സൽമാൻ, അല്ലാതെ മറ്റൊരു മനുഷ്യത്വമല്ല. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഏത് മോഹന്മാരുണ്ടെങ്കിലും ശരി, അവന്മാരോടൊക്കെ പറയാൻ ഈ വിവരക്കേടിന് കയ്യും കാലും വെച്ചിട്ട് ഈ വായിൽ മൊത്തം ചാണകം കയറ്റി വിട്ട അമ്മാതിരി ഐറ്റംസിനൊക്കെയാണ് നമ്മുടെ വാർത്ത വായിക്കാനിരുത്തിയത്. ഏത് വേട്ടാവളിയനാണോ ഈ വളി എന്നുള്ളത് നമുക്കറിയില്ല. അത് പോട്ടെ, അത് മാറ്റി നിർത്തുക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ. അപ്പം മമ്മൂട്ടി ഈ പറഞ്ഞ ഗ്രൂപ്പിൽ പെടുന്ന കുറേ ആൾക്കാർ, അവരൊക്കെ സുഡാപ്പികളാണ്. അപ്പോൾ അവരുടെ മൂവീസൊക്കെ നിങ്ങൾ ബഹിഷ്കരിക്കുക. അതുപോലെ ഉണ്ണി മുകുന്ദൻ, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇവരുടെയൊക്കെ മൂവീസ് നിങ്ങൾ കാണുക. നമ്മൾ ജീവിക്കുന്ന നാട് ഒരു രാമരാജ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രധാനമന്ത്രി രാമൻ്റെ അവതാരമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലീസ് ഈ നാട്ടിലൊരു കലാപം ഉണ്ടാക്കാണ്ടിരിക്കാൻ ഈ പറഞ്ഞ സംഖ്യകൾ പറഞ്ഞ് കേട്ടിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ. അതല്ലെങ്കിൽ നിങ്ങൾ വല്ല പാകിസ്ഥാനിലോട്ടും അല്ലെങ്കിൽ സൗദി അറേബ്യയിലോട്ടും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല.
അതല്ലാണ്ട് ഇവിടെ വന്ന് ഒരു കണകുണ വർത്താനം പറയാൻ നിൽക്കരുത് കേട്ടല്ലോ.